നമ്മൾ വെളുപ്പിനെ 3 മണിക്കാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വെളുപ്പിനെ 3-ന് നമ്മളെല്ലാവരും പാരമറ്റയിലെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമ്മളൊരു 5-6 ആയപ്പോഴത്തേക്കും പയ്യെ സൂര്യൻ്റെ വെട്ടം കണ്ടു തുടങ്ങി. അപ്പം മുതലുള്ള ക്ലിപ്പിങ്സ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സ്നോയി മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്നോയി മൗണ്ടൻസ് അഥവാ സ്നോയീസ് എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിലെ ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇതാണ് ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ മെയിൻലാൻഡ് ഓസ്ട്രേലിയ. ഇതിലും വലുത് ടാസ്മാനിയയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഓസ്ട്രേലിയൻ ആൽപ്സ് മലനിരകളിൽ പെടുന്ന സ്നോയി മൗണ്ടൻസ് ആണ് കാണുന്നത്. സൗത്ത് ഈസ്റ്റേൺ ഓസ്ട്രേലിയ പാർട്ടിൽ ഇങ്ങനെ വിജൃംഭിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയൻ ആൽപ്സ്. ഇത് ബോർഡേഴ്സ് ഓഫ് വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ് ആൻഡ് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, 3 സ്റ്റേറ്റിൻ്റെ ബോർഡേഴ്സിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ്. ഇത് ഓസ്ട്രേലിയൻ ആൽപ്സ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. അത് ഇങ്ങനെ ബ്രിസ്ബെയിൻ തൊട്ട് താഴേക്ക് കിടക്കുന്ന മലനിരകളാണ്. അപ്പം മൗണ്ട് കൊസിയോസ്കോ എന്ന് പറഞ്ഞ ഹയസ്റ്റ് മൗണ്ടൻ ഓഫ് ഓസ്ട്രേലിയ ഒക്കെ ഈ ആൽപ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊസിയോസ്കോ നാഷണൽ പാർക്കിലേക്കാണ് ആക്ച്വലി നമ്മളിന്ന് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പലരുടെയും ആദ്യത്തെ മഞ്ഞിൻ്റെ നേരിൽ കാണുന്ന അനുഭവമാണ് വിചാരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം. ജിൻഡബൈൻ ലേക്കിൻ്റെ ഒക്കെ അവിടെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ നമ്മൾ കൂമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ നിന്നാണ് ഗിയേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പം സ്നോ ഗിയേഴ്സ് നമ്മൾ ഗ്ലൗ മേടിച്ചിട്ടില്ല. അപ്പോൾ ഗ്ലൗസും പിന്നെ സ്നോ ബോർഡിങ്ങിൻ്റെ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഹയർ ചെയ്യണം. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് ഒരു വണ്ടർഫുൾ റെയിൻബോയാണ്. ഫുൾ ഓൺ സ്ട്രെച്ചിൽ നമുക്ക് കാണാം ഈ റെയിൻബോ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ആ റെയിൻബോയ്ക്ക് അകത്തൂടെ പോവാണ്. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പോലെ മഴ പെയ്യുന്നുണ്ട്. മഴയും വെയിലും ഒരുമിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പോവാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റാണ്. ഇതൊരു ലേക്കാണ്, പക്ഷെ കണ്ടിട്ട് കടൽ പോലെ ഉണ്ടല്ലേ. പുതിയൊരു എപ്പിസോഡ്. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നോയി മൗണ്ടൻ ത്രെഡ് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത്, സിഡ്നി ഒക്കെയുള്ള ന്യൂ സൗത്ത് വെയിൽസില് ആണ് നമ്മൾ. ന്യൂ സൗത്ത് വെയിൽസില് നമ്മുടെ പാരമറ്റേന്ന് 1.5 hours ഫ്രീസ് ആയി ഗൈസ്. ഓർമ്മയില്ല 5.5 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു. നമ്മളിന്ന് ജിംപ്രോന്റെ കൂടെ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഈ ഗ്യാങ്ങിനെ നിങ്ങൾ കുറച്ചുപേരെ അറിയാം. ഇവർ രണ്ടുപേരാണ് പുതിയതായിട്ടുള്ളത്, ജിമിനും ആഷ്ലിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയ, ഹൗ ഡു യു ഫൈൻഡ് ഓസ്ട്രേലിയ ആഷ്ലി? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആക്ച്വലി കാനഡയിലും യുകെയിലും മാത്രമേ മഞ്ഞുള്ളതെന്ന് പറഞ്ഞാണ് ജിസ് ഇരുന്നത്. പക്ഷെ ജിസും ഇന്ന് മഞ്ഞ് കണ്ടല്ലേ? അതെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്, നല്ല രസം. ജിമിന് ഇത് ഏതൊക്കെ മാസം ഇവിടെ മഞ്ഞ് പെയ്യുന്നത്? മഞ്ഞ് ഇവിടെ മെയ്യിൽ തുടങ്ങും, പക്ഷേ ഒഫീഷ്യലി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ പോകും ചില ലൊക്കേഷൻസിൽ കാലാവസ്ഥ അനുസരിച്ച്. പക്ഷേ
ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ്. അപ്പം സിഡ്നി ഒക്കെ വിസിറ്റ് ചെയ്യുന്നവര് ഇത് മിസ് ചെയ്യരുത്. മൗണ്ടൻ ത്രെഡ് ബോ പെരിശ എന്നൊക്കെ പറഞ്ഞ സ്ഥലം 5.5 hours ഡ്രൈവ് ഫ്രം സിഡ്നി. പാരമെറ്റയില് അല്ലെങ്കിൽ സിഡ്നിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഒരു അനുഭൂതി, അല്ലെങ്കിൽ കുളു മണാലി ഇവിടെയുണ്ട്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ കാൻബറയിൽ നിന്ന് വളരെ അടുത്താണ് ആക്ച്വലി. അപ്പോൾ കാൻബറ ചൂസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് 2 hours ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു 4-wheel ഡ്രൈവിലാണ്. ഇപ്പോൾ ഇവിടെ മൊത്തം സ്നോ ആണ്. അപ്പോൾ സ്നോ വണ്ടികളൊക്കെ പോകും. അതിൻ്റെ ക്ലിപ്പിങ്സ് കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ച് ഐസ് എല്ലാം ക്ലിയർ ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്ക് വരാൻ പറ്റുക. അല്ലെങ്കിൽ ചെയിൻ ഇട്ട് വേണം വരാൻ. 2-wheel ഡ്രൈവ് ആണ്, ചെയിൻ ഇട്ട് വേണം. 4-wheel ഡ്രൈവ് ആണ്, നമ്മൾ 4-wheel ഡ്രൈവ് മോഡ് എനേബിൾ ചെയ്തിട്ട് വേണം. അതെ, വഴിയിലൊക്കെ കുറേ പേര് സ്റ്റക്കായി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഈ ചെയിൻ എങ്ങനെ ഇടുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ നമ്മൾ വിൻ്ററിലെ ഡ്രസ്സിങ് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. 3 ലെയർ ഡ്രസ്സിങ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആദ്യം തെർമൽസ് ഇടുക. തെർമൽസിന്റെ മേളിൽ എന്താ ഫ്ലീസ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ലെയർ. ഏറ്റവും മേളിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഇടുക. അതുപോലെ തല കവർ ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങൾക്ക് മുടി ഉണ്ടെങ്കിൽ അത്, പിന്നെ കൂളിംഗ് ഗ്ലാസ്സോ വേണം നമ്മുടെ മഞ്ഞിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ എന്താ മെറീനോ വൂളിൻ്റെ മെറ്റീരിയൽസ് നല്ലതായിരിക്കും തെർമൽസിനും ഈവൻ സോക്സിനും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ കാനഡ UK ഒക്കെ പഠിക്കാൻ പോകുന്നവർ തെർമൽസ് ഉറപ്പായിട്ടും കൊണ്ടുപോകണം. മെറീനോ വൂളിൻ്റെ തെർമൽസും കിട്ടും, സോക്സും കിട്ടും. ജോക്കിയുടെ ഒക്കെ ആക്ച്വലി അവൈലബിൾ ആണ് നാട്ടിൽ. പിന്നെ ഗ്ലൗസ്, ഷൂസും ബൂട്ട്സ് കാരണം വെള്ളം കയറാത്ത ബൂട്ട്സ് വേണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. See ya. Okay, bye.